പി.വി. അൻവർ ഇന്ന് തൃണമൂൽ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ ബംഗാളിലേക്ക് പോവുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെയാണ് കൂടിക്കാഴ്ച. ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ പി.വി. അൻവർ കാണും എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സി.വി. അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, അല്പം മുൻപ് കളക്ടറുടെ വാക്കുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അധികം ദൂരെയല്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു യാത്ര. കോൺഗ്രസിലേക്ക് അൻവർ പോയേക്കും, അതിനുള്ള സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വാർത്ത മറ്റൊരു വശത്ത് വരുന്നുണ്ട്. ഇന്നത്തെ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീജ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറെ വേഗാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന സൂചന തന്നെയാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. മുന്നണികളും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പി.വി. അൻവറിന്റെ തൃണമൂൽ ദേശീയ നേതൃത്വമായുള്ള കൂടിക്കാഴ്ച വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് ഇത് മുൻപേ ചോദിച്ച ഒരു കാര്യമാണ്. കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അതിപ്പോഴാണ് ലഭിച്ചത്. മമതാ ബാനർജിയുമായിട്ട് നേരിട്ട് കണ്ട് അവരെ കഴിയുമെങ്കിൽ സാധ്യമെങ്കിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ക്ഷണിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെയാണ്. പക്ഷെ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വമായി UDF നേതൃത്വമായിട്ടുള്ള ചർച്ചകളൊക്കെ അൻവറിനെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് UDF നേതൃത്വം തന്നെ പറയുന്നത്. അപ്പോൾ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ അംഗീകാരമില്ലാതെ ഇത്തരത്തിലൊരു നീക്കം സാധ്യമാവുകയില്ല. നമുക്കറിയാം, തൃണമൂൽ നേതൃത്വം കോൺഗ്രസുമായിട്ട് ഇന്ത്യ സഖ്യത്തിലാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന തരത്തിലുള്ള നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തെ പറഞ്ഞ് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാകാം അൻവറിന്റെ ഈ കൂടിക്കാഴ്ചയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. എന്നാണെങ്കിലും ഇന്ന് അദ്ദേഹം ബംഗാളിലേക്ക് പോകും. നാളെ വൈകിട്ട് വരെ അദ്ദേഹം അവിടെ തന്നെ ആയിരിക്കും. മമതാ ബാനർജിയെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി, സി.വി. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.